കേരളത്തിലെ എൻ്റെ അമ്മമാരെ ഈ സഫലത कैसे मिली? മോദിയുടെ ഗ്യാരണ്ടി. മോദിയുടെ ഗ്യാരണ്ടി. എന്താണ് ഭൈ ഓം ഓർ ബഹനോം നോട്ട് വല്ലോ നിരോധിക്കാൻ പോവാണോ? അതല്ല, ഈ പറയുന്ന കാര്യമൊക്കെ തൃശ്ശൂരിലല്ലോ നടക്കൂ. തൃശ്ശൂരിന്റെ കാര്യമാണോ? തൃശ്ശൂരിൽ എന്ത് നടക്കും എന്നുള്ളത് ഇപ്പൊ തൃശ്ശൂരുകാർ തീരുമാനിക്കേണ്ടി വരും. അതാണ് തൃശ്ശൂരിന്റെ അവസ്ഥ. പൂരങ്ങളുടെ പൂരമായ തൃശ്ശൂരിൽ മറ്റേ അട്ടിമറി വിജയത്തിനുള്ള സാധ്യത പ്രഖ്യാപിച്ചാണല്ലോ നരേന്ദ്രമോദി എന്നെ നേരിട്ട് വന്ന് സുരേഷ് ഗോപിക്ക് വേണ്ട എല്ലാ ഇടവും ഒരുക്കി കൊടുത്ത് അല്ല ശ്രമിക്കുന്നുണ്ട്. ഇപ്പൊ തൃശ്ശൂർ 7 നിയമസഭാ മണ്ഡലങ്ങൾ തൃശ്ശൂർ ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസിയിലുണ്ട്. ഈ തൃശ്ശൂരിലെ 7 നിയമസഭാ മണ്ഡലങ്ങളും LDFന്റെ കയ്യിലാണ്. അപ്പോൾ നോക്കൂ, UDF ആണ് അവിടുത്തെ സിറ്റിംഗ് MP. TN പ്രതാപനാണ് അവിടുത്തെ സിറ്റിംഗ് MP. കഴിഞ്ഞ വർഷത്തെ നില പരിശോധിച്ചാൽ UDF, LDF, BJP എന്നുള്ളതാണ്. ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ നില പരിശോധിച്ചാൽ LDF, UDF, BJP എന്നുള്ളതാണ്. അപ്പോൾ ഈ 3ാം സ്ഥാനത്തുള്ള BJP 1ാം സ്ഥാനത്ത് എത്തുക എന്നുള്ളത് ഈ പറയുന്നത് പോലെ പറയാമെന്നല്ലാതെ എളുപ്പമുള്ള കാര്യമല്ല. കുറച്ച് ഈ ഭക്തിപരമായ കാര്യങ്ങളിൽ മുന്നേ നിൽക്കുന്ന കുറച്ച് ജനങ്ങളെ കയ്യിലെടുക്കാനൊക്കെ ഈ BJPക്ക് ആ ഭാഗങ്ങളിൽ കഴിഞ്ഞിട്ടില്ലേ? അല്ല, കഴിഞ്ഞ തവണ ശബരിമല പ്രക്ഷോഭം കത്തിക്കാതെ നിന്ന സമയത്താണ് BJP 3ാം സ്ഥാനത്ത് പോയത്. അപ്പോൾ ഞാനൊരു കാര്യം പറയാം. ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് 2021. അപ്പോൾ തൃശ്ശൂർ മണ്ഡലം, നിയമസഭാ മണ്ഡലം, തൃശ്ശൂർ മണ്ഡലത്തിൽ ഞാൻ ചെല്ലുമ്പോൾ സുരേഷ് ഗോപി മത്സരിക്കുന്നു, പത്മജ മത്സരിക്കുന്നു, P. ബാലചന്ദ്രൻ CPIയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു. അപ്പോൾ ഇത് സുരേഷ് ഗോപിയും പത്മജയും തമ്മിലുള്ള മത്സരമാണ് എന്നുള്ളതാണ് പണ്ഡിതരൊക്കെ പറയുന്നത്. CPI സുനിൽകുമാറിനെ മത്സരിപ്പിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി ടൈറ്റായ മത്സരം നടക്കുമായിരുന്നു. ഇതിപ്പോൾ സുരേഷ് ഗോപിയും പത്മജയും തമ്മിൽ മത്സരം നടന്നിട്ട് P. ബാലചന്ദ്രന് കിട്ടേണ്ട കുറച്ച് വോട്ട് കൂടി പത്മജയ്ക്ക് വന്നിട്ട് പത്മജ ജയിക്കാനാണ് സാധ്യത. ഇങ്ങനെയായിരുന്നു പൊതുവെയുള്ള സംസാരം. പക്ഷേ വോട്ട് എണ്ണി കഴിഞ്ഞപ്പോൾ അവിടെ ബാൽസി MLA ആയതാണ് നമ്മൾ കണ്ടത്. സുരേഷ് ഗോപി വീണ്ടും 3ാം സ്ഥാനത്തായി. അപ്പോൾ ഈ പറഞ്ഞ സംഗതികളൊക്കെ എല്ലാ കാലത്തും അവിടെ ഉണ്ട്. ഹൃദയം കൊണ്ട് ആവശ്യപ്പെടുന്നു, തൃശ്ശൂർക്കാരെ നിങ്ങൾ എനിക്ക് തരണം. അഭിലാഷേ, ഈ നമ്മുടെ അരി വിതരണമൊക്കെ നടക്കുകയാണ് BJPയുടെ ഭാരതരി. അപ്പൊ ഈ ഭാരത് റൈസിന്റെ ഒരു രാഷ്ട്രീയം ഉണ്ടല്ലോ. ഈ രാഷ്ട്രീയത്തിനിടയ്ക്ക് അരി വിതരണം ചെയ്യാൻ ഒരു രാഷ്ട്രീയം നടക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം ചെറിയൊരു ഭയമൊക്കെ എവിടെ ഉള്ളിൽ തട്ടിയിട്ടുണ്ട് എന്നല്ലേ? അല്ല, ഏത് അരിയാണ് അവിടെ വേവുക എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. വേണമെങ്കിൽ മോത്തി കഴിഞ്ഞ തവണത്തെ റിസൾട്ട് ഒന്ന് നോക്കിക്കോളൂ, എന്താണ് പൊസിഷൻ എന്നുള്ളത്. നമുക്കിതാ ഇപ്പോൾ കാണാമല്ലോ. ഇതിനകത്ത് നമ്മൾ കാണേണ്ട ഒരു കാര്യമുണ്ട് മോത്തി. എന്താ വെച്ച് കഴിഞ്ഞാൽ BJPക്ക് നോക്കൂ, 2,93,000 വോട്ട് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. ഇതിന് തൊട്ട് മുമ്പ് KP ശ്രീശനാണ് BJP സ്ഥാനാർത്ഥിയിൽ മത്സരിച്ചത്. അദ്ദേഹത്തിന് 1,02,000 വോട്ടാണ് കിട്ടിയത്. അപ്പോൾ സുരേഷ് ഗോപി തൃശ്ശൂരിൽ മത്സരിക്കാൻ വന്നപ്പോൾ ആ വോട്ട് ഇരട്ടിയാവുകയല്ല, ഓൾമോസ്റ്റ് 3 ടൈംസ് വർദ്ധിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ 1,02,000 നിന്ന് 2,93,000 ആക്കി വർദ്ധിപ്പിക്കാൻ സുരേഷ് ഗോപിക്ക് പറ്റിയിട്ടുണ്ട്. ഇതിന് അപ്പുറത്ത് ഇപ്പോഴും പക്ഷേ വിജയത്തിലേക്ക് എത്ര ഗ്യാപ്പുണ്ട്? ഒരു 1,00,000 വോട്ടിൻ്റെ, ഏതാണ്ട് 93,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് കഴിഞ്ഞ തവണ TN പ്രതാപന് കിട്ടിയിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ BJP അല്ലെങ്കിൽ സുരേഷ് ഗോപി ജയത്തിനൊരു 1,00,000 വോട്ട് പിറകിൽ നിൽക്കുകയാണ്. ഈ 1,00,000 ഭാരതരി കൊടുത്തിട്ടായാലും അല്ലെങ്കിൽ എന്താ മാതാവിന് പൊൻകിരീടം കൊടുത്തിട്ടായാലും ഭാരതരി കൊടുത്തിട്ടായാലും ജനങ്ങൾക്ക് കൈനീട്ടം കൊടുത്തിട്ടായാലും മോദിയെ വരുത്തിച്ചിട്ടായാലും ഈ 1,00,000 വോട്ടിന്റെ ഗ്യാപ്പ് ബ്രിഡ്ജ് ചെയ്യുക എന്നുള്ളതാണ് അവിടുത്തെ ടാസ്ക്. അത് അത്ര എളുപ്പമല്ല ഞാൻ വിചാരിക്കുന്നില്ല. പ്രധാനമന്ത്രിയും UDFും തമ്മിലാണ് തൃശ്ശൂരിലെ മത്സരം എന്ന രീതിയിൽ തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. ഞങ്ങൾക്ക് അതിനകത്ത് വേറെ ഒരു തരത്തിലുമുള്ള ആശങ്കയില്ല. TN പ്രതാപൻ ഒരിടയ്ക്ക് ഞാനും BJPയും തമ്മിലാണ് മത്സരം എന്ന് പറഞ്ഞു, പിന്നെ മാറ്റി പറഞ്ഞു ഞാനും LDFും തമ്മിലാണ്, UDF LDFും തമ്മിലാണ് മത്സരം. ഇത്രയും കാടിളക്കിയാണ് BJP തൃശ്ശൂരിന് വേണ്ടി ശ്രമിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ റിയാക്ഷൻ അപ്പുറത്തൊന്നും വരുമല്ലോ. ഇനിയിപ്പോൾ നമുക്ക് സ്ഥാനാർത്ഥികൾ ആര് എന്ന് അറിയാൻ വലിയ ആകാംക്ഷ ഇല്ലാത്ത ഒരു സ്ഥലം കൂടിയാണ് തൃശ്ശൂർ. കാരണം സിറ്റിംഗ് MP ആയിട്ടുള്ള TN പ്രതാപനാണ് UDFിൻ്റെ സ്ഥാനാർത്ഥി, നമുക്കതിൽ സംശയമില്ല. സുരേഷ് ഗോപിയാണ് BJPയുടെ സ്ഥാനാർത്ഥി, അതിലും സംശയമില്ല. VS സുനിൽകുമാറിൻ്റെ പേരാണ് ഇപ്പോൾ തൃശ്ശൂരിൽ CPIക്ക് മുന്നോട്ട് വെക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പേര് സുനിൽകുമാറിൻ്റെയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ KP രാജേന്ദ്രൻ്റെ പേരൊക്കെ ഉണ്ട്, പക്ഷെ എന്നാൽ പോലും സുനിൽകുമാറിൻ്റെ പേരിലേക്ക് കേന്ദ്രീകരിക്കേണ്ടി വരും. കാരണം ഇതൊരു പ്രസ്റ്റീജ് ആയിട്ടുള്ള ഫൈറ്റാണ്. അവിടെ നിർത്താൻ കഴിയുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ നമ്മൾ ഇതിനകത്ത് കാണേണ്ടത് ഈ 3 സ്ഥാനാർത്ഥികളും തുല്യശക്തരാണെന്നുള്ളത്. എന്ന് വെച്ചാൽ സ്വന്തം നിലയ്ക്ക് സ്വന്തമായി വോട്ട് സമാഹരിക്കാൻ കഴിയുന്ന 3 ആളുകളാണ്. സുരേഷ് ഗോപിയെ സംബന്ധിച്ച് ഈ പൊതുജന തൽപരനായ ഒരാൾ, ഈ ഇപ്പം അഭിനേതാവ് അല്ലെങ്കിൽ അങ്ങനെ ഒരു സെലിബ്രിറ്റി എന്നതിലൊക്കെ അപ്പുറം ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അമ്മാതിരി കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സ്ഥിതിക്ക് കുറച്ചൊരു സാധ്യത ഇല്ലേ എന്നാണ്. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ സുരേഷ് ഗോപി എന്ന ഫാക്ടർ കൊണ്ടാണ് ഞാൻ പറഞ്ഞില്ലേ, ശ്രീശൻ മത്സരിച്ചപ്പോൾ കിട്ടിയ വോട്ടിൻ്റെ 3 ഇരട്ടി വോട്ട്
തൊട്ട് 5 വർഷം കഴിഞ്ഞപ്പോൾ അതെ, കിട്ടി. അപ്പൊ അഭിലാഷ് പറഞ്ഞ 1 ലക്ഷത്തിന്റെ ഒരു ഗ്യാപ്പ് ഇല്ലേ, ആ അപ്പോൾ ഗ്യാപ്പ് ആ എളുപ്പത്തിൽ 1 ലക്ഷത്തിന്റെ ഗ്യാപ്പ് കഴിയില്ലേ മറികടക്കാനുള്ള പ്രശ്നം വെച്ചാൽ ഒന്ന് പൊളിറ്റിക്കലി ഈ 3 കക്ഷികൾക്കും കിട്ടുന്ന പാനൽ വോട്ടുകളുണ്ട്. LDF-നും UDF-നും BJP-ക്കും അവരുടേതായ വോട്ടുകളുള്ള ഇടാണ്. ആ വോട്ട് മാറില്ല. പിന്നെ ഈ പറഞ്ഞ സ്വിംഗ് വോട്ടുകളെ ആര് സ്വാധീനിക്കുമെന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ സുരേഷ് ഗോപിക്ക് ഈ പറഞ്ഞതുപോലെയുള്ള ജീവകാരുണ്യ മേഖലയിലൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ ഗ്ലാമറും ഒക്കെ കൊണ്ട് ഉള്ള വോട്ട് എന്ന് പറയുമ്പോൾ തന്നെ ഈ 2 പേർക്കും TN പ്രതാപനും അതുപോലെ തന്നെ സുനിൽകുമാറിനും അവിടെ വേറൊരു തരത്തിലുള്ള താരപരിവേഷമുണ്ട്. അവർ ജനങ്ങൾക്കിടയിൽ, തൊഴിലാളികൾക്കിടയിലും സാധാരണ ജനങ്ങൾക്കിടയിലും പ്രവർത്തിച്ചു വരുന്ന, കോളേജ് കാലം മുതൽ പ്രവർത്തിക്കുന്ന ആളുകളാണ്. എന്ന് പറഞ്ഞാൽ അവർ വിദ്യാർത്ഥികളായിരിക്കുന്നത് മുതൽ ഈ മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള ജൈവബന്ധം ഉണ്ടാക്കിയിട്ടുള്ള നേതാക്കളാണ്. അപ്പോൾ സുരേഷ് ഗോപിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ താരപരിവേഷമുണ്ട്. ഈ പറഞ്ഞതുപോലെ എന്താ പറയുക, ഹ്യൂമാനിറ്റേറിയൻ ഫേസും ഉണ്ട്. അപ്പോൾ പ്രതാപനെ സംബന്ധിച്ചാണെങ്കിലും സുനിലിനെ സംബന്ധിച്ചാണെങ്കിലും അവർക്ക് ഈ മനുഷ്യരോട് ജൈവബന്ധമുണ്ട്, അങ്ങനെ ഒരു കണക്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ 1 ലക്ഷത്തെ ബ്രിഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് സുരേഷ് ഗോപിയുടെ ഗ്ലാമറിന് പറ്റില്ലെന്ന് ചോദിച്ചാൽ നമ്മുടെ പുറത്തു നിന്നുള്ള ഒരു വ്യൂവിൽ അങ്ങനെ പറ്റിയേക്കാം. പക്ഷെ അതിന് നമ്മൾ ഈ മണ്ഡലത്തിനകത്ത് നിന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ 2 പേർ വലിയ 2 സാന്നിധ്യങ്ങളാണ്. അഭിലാഷിന്റെ അഭിപ്രായത്തിൽ അപ്പോ ആർക്കായിരിക്കും ഒരു സാധ്യതയുള്ളത് തൃശ്ശൂരിനെ സംബന്ധിച്ച്? തൃശ്ശൂര് ശക്തികളാണല്ലോ, തൃശ്ശൂര് നെക്ക് ആൻഡ് നെക്ക് ഫൈറ്റ് ആണ്. പക്ഷേ സിറ്റിംഗ് MP എന്നുള്ള നിലയിലും കൂടുതൽ വിന്നബിലിറ്റി എന്നുള്ള ഫാക്ടറിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ വോട്ട് ചെയ്യുക എന്നൊരു സാധ്യതയുടെ അടിസ്ഥാനത്തിൽ ഞാനൊരു എഡ്ജ് കാണുന്നത് UDF-നാണ്.